കോതമംഗലത്ത് വിവിധ വാർഡുകളിലെ വിമത സ്ഥാനാർത്ഥികൾ വോട്ടെടുപ്പിൽ നിർണായക ഘടകമായിട്ടുണ്ടെന്ന് വിലയിരുത്തൽ. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ശക്തരായ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. വിജയപ്രതീക്ഷയുള്ളവരും ഇക്കൂട്ടത്തിൽ ഉണ്ട്. LDFനും UDFനും വിമതശല്യം ഉണ്ടായിരുന്നു. വിജയപരാജയങ്ങളിൽ നിർണായക ഘടകമായി ഇവരിൽ ചിലർ മാറുമെന്നതിൽ സംശയമില്ല. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ശക്തരായ 2 വിമതരാണ് ഉണ്ടായിരുന്നത്. 8ാം വാർഡിൽ LDF വിമത സിനി തോമസ്, 18ാം വാർഡിൽ കോൺഗ്രസ് വിമതൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് എന്നിവർ വലിയ തോതിൽ വോട്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇരുവരും വിജയിക്കാനുള്ള സാധ്യതയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിണ്ടിമന പഞ്ചായത്തിൽ 3 വാർഡുകളിലാണ് UDF വിമതശല്യം നേരിട്ടത്. 1ാം വാർഡിൽ സോവി കൃഷ്ണനും 4ാം വാർഡിൽ മോളി ജോസഫും 12ാം വാർഡിൽ സീതി മുഹമ്മദുമാണ് UDFന് വെല്ലുവിളിയായത്. UDF പരാജയപ്പെട്ടാൽ അതിന് കാരണക്കാർ വിമതർ തന്നെയാകും. വിമതരുടെ വിജയസാധ്യതയും തള്ളിക്കളയാനാകില്ല. 2 വാർഡുകളിൽ UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനും സാധ്യതയുണ്ട്. കീരമ്പാറ പഞ്ചായത്തിലെ ബീന റോജോയും VK വർഗീസും വിജയസാധ്യതയെ ബാധിക്കില്ലെന്നാണ് UDF അവകാശപ്പെടുന്നത്. പല്ലാരിമംഗലത്ത് CPM വിമതൻ OE അബ്ബാസ് തങ്ങൾക്ക് ഭീഷണിയായിട്ടില്ലെന്ന് LDFും UDFും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.